വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂരിലുള്ള കെയർ മാർക്കറ്റിലാണ്. ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മൊത്ത വ്യാപാര കമ്പോളമാണ് കെയർ മാർക്കറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ്. ഇത് സിറ്റി മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നു. തിരക്കുകൾക്കും വർണ്ണാഭമായ കാഴ്ചകൾക്കും പേരുകേട്ട ഈ സ്ഥലം നഗരത്തിൻ്റെ വാണിജ്യപരമായ ഹൃദയമാണ്. ഈ സ്ഥലം വരുന്നത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. കാലസിപ്പാളയം ബസ് സ്റ്റാൻഡിന് സമീപം ചരിത്രപ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തു തന്നെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് നമുക്ക് നമ്മ മെട്രോയിലെ വയലറ്റ് ലൈനിലുള്ള ചിക്പോട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. കെയർ മാർക്കറ്റ് പ്രധാനമായും അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൊത്തവ്യാപാര പുഷ്പവിപണി എന്ന നിലയിലാണ്. ദിവസവും പുലർച്ചെ 3 മണി മുതൽ 7 മണി വരെയാണ് പൂക്കളുടെ മൊത്ത വ്യാപാരം ഏറ്റവും സജീവമാകുന്നത്. അതിരാവിലെ പോയാൽ പൂക്കൾ വാങ്ങാൻ വരുന്ന കച്ചവടക്കാരുടെയും അതിമനോഹരമായ പൂക്കളുടെയും കാഴ്ചകൾ കാണാം. റോസ്, മുല്ല, ചെണ്ടുമല്ലി, താമര, വിവിധതരം ഓർക്കിഡുകൾ തുടങ്ങി സാധാരണവും അസാധാരണവുമായ പൂക്കളുടെ ഒരു വലിയ ശേഖരം നമുക്കിവിടെ ലഭ്യമാണ്. താഴത്തെ നിലകളിലും ചുറ്റുവട്ടത്തും പുതിയ പഴങ്ങളും പച്ചക്കറികളും മൊത്തമായും ചില്ലറയായും ഇവിടെ വിൽക്കപ്പെടുന്നു. പലതരം സുഗന്ധവ്യഞ്ജനങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയും ഇവിടെ മൊത്തമായി ലഭിക്കും. മാർക്കറ്റിൻ്റെ മുകളിലത്തെ നിലകളിലും സമീപത്തെ കെട്ടിടങ്ങളിലും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, ടൂളുകൾ എന്നിവ വിൽക്കുന്ന കടകളും ഇവിടെയുമുണ്ട്. മൈസൂർ രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന നാൽവടി കൃഷ്ണരാജേന്ദ്ര വടയാർ നാലാമനാണ് ഈ മാർക്കറ്റ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്. 1921 ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് സമുച്ചയം സ്ഥാപിച്ചത്. മാർക്കറ്റ് നിൽക്കുന്ന പ്രദേശം മുൻപ് സിദ്ദിഖട്ടെ എന്നറിയപ്പെടുന്ന ഒരു കുളമായിരുന്നു. പിന്നീട് ഇത് 18-ാം നൂറ്റാണ്ടിൽ ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് ഒരു യുദ്ധക്കളമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് വലിയൊരു പൂക്കളുടെ മായാജാലം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയധികം പൂവുകളെ ഒരുമിച്ച് ആദ്യമായാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ അവിടെ എത്തിയത് 6 മണിക്കായിരുന്നു. ഓരോ പൂവുകളുടെ വില ചോദിച്ചും അവിടെ ഫോട്ടോ എടുത്തും അവിടെ നോക്കിയിരുന്നു. ഏറ്റവും കുറവ് വിലയായിട്ട് എനിക്ക് തോന്നിയത് റെഡ് റോസിനായിരുന്നു. ബാക്കിയുള്ള ഏകദേശമുള്ള ഫ്ലവേഴ്സിനൊക്കെ നല്ല റേറ്റുകളുണ്ട്. ഒരുപാട് സമയം നമ്മളവിടെ ചിലവഴിച്ചു. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.